അശ്വന്ത് ഗോഖലെതിരെ തന്നെ എനിക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇന്ന് തകർത്ത് തൂത്തുവാരി എറിയുമെന്ന് ഞാൻ പറയുകയാണ്. ഇത് എനിക്കൊന്ന് ഇപ്പോൾ അയാൾ പൈസ മേടിച്ചിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നാളെ ചിലപ്പോൾ ഞാൻ ദൈവമായിട്ട് അവതരിക്കാം. കാരണം രാഷ്ട്രീയക്കാരെ നമ്മളെ ഉദ്യോഗസ്ഥ ലോബിയും നമ്മളെ പിച്ചക്കാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്നെയും ഈ പറയുന്ന നിങ്ങളെ എല്ലാവരെയും പിച്ചക്കാരായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയുള്ള ഒരു സിനിമ തന്നെയാണ്. കാരണം ഇത് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെയും ഇവിടുത്തെ ഉദ്യോഗസ്ഥ ലോബിയും ബാധിക്കുന്നതുകൊണ്ട് ഈ പടം സെൻസർ ബോർഡിങ്ങുള്ള തടസ്സപ്പെടും. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എടുക്കുക, പിച്ചക്കാരിൽ നിന്ന് തന്നെ ഒരു ദൈവത്തെ സൃഷ്ടിക്കുക. അദ്ദേഹമാണ് നമുക്ക് പിച്ചക്കാരൻ്റെ ഒരു ദൈവമായിട്ട് വരികയാണ്. കാരണം ഇവർ പിച്ചക്കാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം അമ്പലങ്ങൾ, പള്ളികൾ, റോഡിലൊക്കെ തെരുവിലൊക്കെ തെണ്ടുന്ന ഒരു സമൂഹം തന്നെയുണ്ട്. കാരണം നാളെ നമ്മളും തെണ്ടേണ്ട അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ അറിയാലോ, ഇവിടുത്തെ വിലക്കയറ്റം അതുപോലത്തെ നമ്മുടെ നിത്യജീവിതം ഒക്കെ വളരെ ബുദ്ധിമുട്ടിൽ പോകുന്ന സമയത്ത് പിച്ചക്കാരിൽ നിന്നുള്ള ഒരു ദൈവത്തെ സൃഷ്ടിച്ച ധനുഷിന് ഒരു അഭിനന്ദനം കൊടുക്കുകയാണ്. കാരണം മറ്റു ഡയറക്ഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും ഈ സിനിമ ഇത് ഇവിടുത്തെ ഉദ്യോഗസ്ഥ ലോബിയെയും ഇവിടുത്തെ രാഷ്ട്രീയക്കാരെയും ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു സിനിമ തന്നെയാണിത്. ഇത് വിജയിക്കേണ്ടത് നമ്മളെ പോലുള്ള ഭിക്ഷക്കാരായിട്ടുള്ള നമ്മുടെ ആവശ്യം തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക, അടിപൊളിയായിരിക്കും. അശ്വങ്കോക്ക് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. അശ്വങ്കോക്ക് ഇതിനെക്കുറിച്ച് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇന്ന് തകർത്ത് തൂത്തുവാരി എറിയുമെന്ന് ഞാൻ പറയുകയാണ്. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല സിനിമകളുണ്ട്. കാരണം ഇത് എനിക്കൊന്ന് ഇപ്പോൾ അയാൾ പൈസ മേടിച്ചിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം പല പറഞ്ഞ സിനിമകളൊക്കെ പരാജയപ്പെടുകയാണ്. വിജയിക്കുമെന്ന് പറയുന്ന സിനിമകളെല്ലാം പരാജയപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ നിരൂപകം തന്നെ വളരെ തെറ്റായ രീതിയിലേക്ക് പോവുകയാണ്. അശ്വന്ത് ഗോഖലെതിരെ തന്നെ എനിക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. ഇന്നെന്തായാലും അദ്ദേഹം ആ കോസ്റ്റ്യൂമിൽ വന്നിരുന്നു കൊണ്ട് തന്നെ ഈ സിനിമയെ വരാതിക്കുമെന്ന് പറയുന്നതിൽ ഒരു സംശയം വിചാരിക്കേണ്ട. ഇന്ന് നെഗറ്റീവ് കൊണ്ട് അയ്യർ കളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഇത് ഉറപ്പായിരിക്കും. അശ്വന്ത് ഗോഖ് ഈ സിനിമയെ ബാഡ് അടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ അയാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സിനിമ നമ്മളുടെ ജനങ്ങൾക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ളൊരു സിനിമയാണ്. നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല, ഉദ്യോഗസ്ഥ ലോബിയെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഒരു സിനിമയെങ്കിലും എടുത്തിറക്കി നമ്മൾ വന്നിരുന്ന് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ ചൂഷണം ചെയ്യുന്ന, നമ്മളെ വിറ്റ് കാശാക്കുന്ന ഒരു പിടി രാഷ്ട്രീയക്കാരും അതുപോലെ ഉദ്യോഗസ്ഥ ലോബി ഇവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചോ. അപ്പോൾ പിച്ചക്കാരിൽ നിന്ന് തന്നെ നാളെ ചിലപ്പോൾ ഞാൻ ദൈവമായിട്ട് അവതരിക്കാം. കാരണം അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് കാണുന്ന എല്ലാവരും നാളെ ഭിക്ഷ തണ്ടേണ്ട അവസ്ഥയാണ്. കാരണം ഇതിൻ്റെ ക്ലൈമാക്സിൽ അങ്ങനെയാണ് പറയുന്നത്, നമ്മളെല്ലാം നാളെ ഭിക്ഷക്കാരാവും. കാരണം ജീവിതത്തിൽ നമുക്കൊരു 1000 രൂപയുടെ പണിയെടുത്തിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വരുമാനം എല്ലാം കൂടണം. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ വന്ന് കാണുക. അപ്പോൾ ഇത് മുന്നോട്ടുള്ള ഒരു ജീവിതം നമ്മളെ നയിക്കും എന്നുള്ള കാര്യം സംശയമില്ല. ധനുഷ് അടിപൊളിയായിരുന്നു. മറ്റൊരു കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല, ഡയറക്ഷൻ കിടക്കുന്നില്ല. ഇതൊക്കെ സിനിമ വന്ന് തിയേറ്ററിൽ വന്ന് കാണുക. ഇതെന്തായാലും ഇവിടുത്തെ രാഷ്ട്രീയ ലോബിക്കും ഉദ്യോഗസ്ഥ ലോബിക്കും എതിരെയുള്ള കൃത്യമായ ഉന്നം വെച്ചുകൊണ്ടുള്ള സിനിമ തന്നെയാണ്. അത് പല രാഷ്ട്രീയക്കാരെയും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരെയും വിമർശിക്കുന്ന രീതിയിലൊക്കെയുള്ള ഒരു സിനിമയാണ്. പക്ഷെ അങ്ങനെ എടുത്താൽ ഈ സിനിമ പല രീതിയിൽ തടസ്സപ്പെടും. അപ്പോൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന് ചെയ്ത ധനുഷിനും ഈ ടീമിനും അഭിനന്ദനം തന്നെയാണ് അറിയിക്കുന്നത്.